ഹായ് ഗൈസ്, ഇന്ന് ഞാനും എൻ്റെ കസിൻസും ഫാമിലിയും കൂടി ഒന്ന് പുറത്തു പോവാണ്. എപ്പോഴും പോണത് പോലെ തന്നെ ഫോറമാളി പോകാനായിരുന്നു പ്ലാൻ എങ്കിലും ഞങ്ങളൊന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ച് നേരെ സുഭാഷ് പാർക്കിലോട്ടാണ് പോയത്. നമ്മളൊരു വൈകിട്ടായപ്പോഴാണ് പോയത്, അതുകൊണ്ട് തന്നെ കുറച്ച് പെറ്റ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാർക്ക് മൊത്തം ചുറ്റിക്കറങ്ങി നമ്മൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് നേരെ ഒരു ചായ കുടിക്കാനാണ് കയറിയെങ്കിലും പിന്നെ അത് ലേസായി, പപ്സായി, പിന്നെ വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് ആയി. പിന്നെ എപ്പോഴും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നാണ് മുന്നാസിന്റെ ആഗ്രഹം. അവൻ അതുകൊണ്ട് ഐസ്ക്രീം കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കും. ഇപ്രാവശ്യം അവൻ ഉണ്ടാക്കിയത് ബിസ്ക്കറ്റ് ഐസ്ക്രീം, അങ്ങനെ എന്തോ ഒരു സാധനം. കഴിഞ്ഞ ദിവസം എനിക്ക് നല്ല തൊണ്ടവേനയായിരുന്നു, അത് പനിയായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം കിട്ടാത്ത വിഷമം ഞാനൊരു മാഡാംഗിൾസിലോട്ട് അങ്ങോട്ട് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഈ ബേൽപൂരി കട ഉണ്ടായിരുന്നു. പിന്നെ പാനിപൂരിയായി, ദഹിപൂരിയായി, സമൂസ ചാറ്റ്. പൊട്ടാസ് എറിഞ്ഞപ്പോൾ ചെവിയിൽ പോയാണ് പൊട്ടിയത്. അതാണ് മുത്തു ചെവി കേൾക്കാത്ത പോലെ കാണിക്കുന്നത്. പിന്നെ അതെല്ലാം കഴിച്ച് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ സ്വർണ്ണ മനുഷ്യനെ കണ്ടത്. അയാൾ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഈ സമയത്ത് തന്നെ ഒട്ടുമയ്യായിരുന്നു, നല്ല ബോഡി പോയിനും തൊണ്ടവേനയൊക്കെ. അപ്പോഴാണ് പോലും ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് അവൾക്ക് ഒട്ടുമയ്യ പനിയാണ്. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേഡിയത്തിലുള്ള ഇഡലി കഫേ പോയിട്ട് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. കസിൻസ് എല്ലാവരും ഷവായ കഴിക്കാനാണ് കയറിയത്, പക്ഷെ എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ദോശ കഴിക്കാനാണ് കയറിയത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.